ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും നടപ്പിലാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് മോശമാണെന്ന് തെളിയും. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ഈ വാക്കുകൾ ഉദ്ധരിച്ച് ഏപ്രിൽ 8-ന് സുപ്രീം കോടതി ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചു. ബില്ലുകൾ അനന്തമായി തടഞ്ഞുവെച്ച് സംസ്ഥാന ഭരണം താറുമാറാക്കുന്ന ഗവർണർ RN രവിക്കെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലായിരുന്നു സമകാലിക ഇന്ത്യയിലേറെ പ്രസക്തമായൊരു വിധി ഉന്നത നീതിപീഠം പ്രസ്താവിച്ചത്. ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കുന്നതിൽ സുപ്രീം കോടതി ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും കോടതി സമയപരിധി നിശ്ചയിച്ചു. പിന്നാലെ സുപ്രീം കോടതിയുടെ അധികാര പരിധി ചർച്ചയാക്കി കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നേതാക്കൾ രംഗത്ത് വന്നു. പാർലമെന്റിന് മുകളിലുള്ള അമിത അധികാര പ്രയോഗമെന്ന് വിമർശനമുയർത്തി. അതിന്റെ ബാക്കി പത്രം എന്നോണം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഒരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നു. വിധിയിലെ 14 കാര്യങ്ങളിൽ കോടതിയോട് വ്യക്തത തേടിയിരിക്കുകയാണ് രാഷ്ട്രപതി. ആദ്യം മുതൽ കേന്ദ്രം ആവശ്യപ്പെടുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലേക്കാണോ വിഷയത്തിന്റെ പോക്ക്? ആദ്യം കാണാം RDX റാപ്പ്. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, ഫെഡറലിസം, നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങി ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നതെന്നാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയെ അറിയിച്ചത്. രാഷ്ട്രപതി ബില്ലുകളിൽ അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് സുപ്രീം കോടതി വ്യത്യസ്ത വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ 143(1) വകുപ്പ് പ്രകാരം താൻ ഇക്കാര്യത്തിൽ വ്യക്തത തേടുന്നതെന്ന് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി അർജുൻ റാം മെഘ്വാളും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയോട് വ്യക്തത തേടിയുള്ള രാഷ്ട്രപതിയുടെ നടപടി. തമിഴ്നാട് സർക്കാർ ഗവർണർക്കെതിരെ നൽകിയ കേസിലെ വിധിയിലാണ് രാഷ്ട്രപതിക്കും സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചത്. ബില്ലിൽ തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം രേഖാമൂലം സംസ്ഥാന സർക്കാരിനെ അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട്. രാഷ്ട്രപതിയുടെ തീരുമാനം വൈകിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനും സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. രാഷ്ട്രപതി ഉന്നയിച്ച 14 ചോദ്യങ്ങൾ ഇവയാണ്. അതായത് ബില്ലുകളിന്മേൽ ഗവർണറുടെ ഭരണഘടനാ അധികാരങ്ങൾ എന്തൊക്കെ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ബില്ലുകളിന്മേൽ മന്ത്രിസഭാ ഉപദേശപ്രകാരം പ്രവർത്തിക്കാൻ ഗവർണർമാർക്ക് ബാധ്യസ്ഥതയുണ്ടോ? ഭരണഘടനാപരമായ വിവേചനാധികാരം ഗവർണർമാർ വിനിയോഗിക്കുന്നത് ന്യായമല്ലേ? ഗവർണർമാർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് 361 അനുച്ഛേദ പ്രകാരമുള്ള പരിരക്ഷ ബാധകമല്ലേ? 5, ഗവർണർമാർക്ക് ഭരണഘടന നിഷ്കർഷിക്കാത്ത സമയപരിധി കോടതിക്ക് നിശ്ചയിക്കാനാകുമോ? ഭരണഘടനാപരമായ വിവേചനാധികാരം രാഷ്ട്രപതി വിനിയോഗിക്കുന്നത് ന്യായമല്ലേ? 7-ാമത്തേത്, രാഷ്ട്രപതിക്ക് ഭരണഘടന നിഷ്കർഷിക്കാത്ത സമയപരിധി കോടതിക്ക് നിശ്ചയിക്കാനാകുമോ? ഗവർണർമാർ അയക്കുന്ന ബില്ലിൽ തീരുമാനത്തിന് രാഷ്ട്രപതി കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടോ? 9-ാമത്തേത്, ബില്ല് നിയമമാകും മുമ്പ് ജുഡീഷ്യൽ പരിശോധന നടത്താൻ കോടതിക്ക് അധികാരമുണ്ടോ? രാഷ്ട്രപതി, ഗവർണർ എന്നിവരുടെ ഭരണഘടനാ അധികാരം മറികടക്കാൻ കോടതിക്കാകുമോ? 11, നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരമില്ലാതെ നിയമമാക്കാൻ സാധിക്കുമോ? 12, ഭരണഘടനാ വ്യാഖ്യാനമുള്ള വിഷയങ്ങൾ പരിഗണിക്കേണ്ടത് ഭരണഘടനാ ബെഞ്ച് അല്ലേ? 13-ാമത്തേത്, കേന്ദ്രത്തിനെതിരെ 32-ാം അനുച്ഛേദ പ്രകാരം സംസ്ഥാനങ്ങൾ നൽകുന്ന റിട്ട് ഹർജി നിലനിൽക്കുമോ? 14-ാമത്തേത്. ആകെ 14 ചോദ്യങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന തർക്കപരിഹാരത്തിന് അനുച്ഛേദം 131 പ്രകാരമുള്ള സ്യൂട്ട് ഹർജിയല്ലേ മാർഗം? ഇത്രയും ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ നിർണായക വിധി വന്നത് ഏപ്രിൽ 8-ാം തീയതിയായിരുന്നു. ആ വിധി ഇതായിരുന്നു. വിധി ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണർക്കെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലായിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതിനും തിരിച്ചയക്കുന്നതിനും സമയപരിധി നിശ്ചയിച്ചു എന്നതായിരുന്നു സുപ്രധാനമായ കാര്യം. ബിൽ പിടിച്ചുവെക്കാൻ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ അധികാരമില്ല, വീറ്റോ അധികാരവുമില്ല എന്ന് ഇത് ഖണ്ഡിതമായി പറയുന്നു. ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ 1 മാസത്തിനകം വേണം എന്നതാണ് ഗവർണർക്ക് നിശ്ചയിച്ച സമയപരിധി. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ 3 മാസത്തിനകം അങ്ങോട്ടേക്ക് അയക്കണം. ബില്ല് തിരിച്ചയക്കുന്നുവെങ്കിൽ 3 മാസത്തിനകം തീരുമാനം വേണം എന്നും സമയപരിധി വെച്ചു. ബിൽ രണ്ടാമതും പാസാക്കിയാൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണം എന്നതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ അയക്കുന്ന ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് രാഷ്ട്രപതിക്കും സുപ്രീം കോടതി സമയപരിധി വെച്ചു. രാഷ്ട്രപതി താമസിപ്പിച്ചാൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്നുകൂടെ ആ വിധിയിൽ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് ഹർഷൻ. ഇത് നിർണായകമായിട്ടുള്ള ഒരു ഉന്നത നീതിപീഠത്തിൻ്റെ കൂടെ ശ്രദ്ധയുള്ള, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം സമീപകാലത്ത് കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് തോന്നലാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ കാണുന്നതിന്? തീർച്ചയായും അത് അന്ന് വിധി വന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. ഇത് ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു തീരുമാനത്തിലായിരിക്കും അന്തിമമായി അവസാനിക്കുക എന്ന്. ആ നിലയ്ക്കുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ഇത് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന്. ഇപ്പോൾ രാഷ്ട്രപതി ഈ കത്തെഴുതിയതിലൂടെ 2 കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, ആ നിലയ്ക്ക് ഈ കാര്യത്തെ കൂടുതൽ വ്യക്തതയോടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതിനപ്പുറത്ത്
അതിനപ്പുറത്തുള്ള ചില വിഷയങ്ങളെ കൂടി കൃത്യമായി വ്യാഖ്യാനിക്കാനുള്ള ഉത്തരവാദിത്വം സുപ്രീം കോടതിക്ക് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതിയോട് അത് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു തരത്തിൽ നോക്കിയാൽ വളരെ പോസിറ്റീവായ ഒരു എക്സർസൈസ് ഇതിൽ നടക്കാൻ പോകുന്നു, ഒരു ജുഡീഷ്യൽ എക്സർസൈസ് ഇതിൽ നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് കരുതാം. അതിന് തന്നെയാണ് രാഷ്ട്രപതി അങ്ങ് അനുവദിക്കുന്നത് എങ്കിൽ മറ്റൊന്ന് ആലോചിക്കാവുന്നത് ഇതിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ തീർച്ചയായും ഉണ്ട്. ഇപ്പോൾ ഉപരാഷ്ട്രപതി ഈ വിഷയത്തെ ഉൾക്കൊണ്ടത് എങ്ങനെയാണ്? ഏറ്റവും തീക്ഷ്ണമായ രൂക്ഷമായ ഭാഷയിൽ ഒരുപക്ഷെ പരിധി വിട്ടുള്ള ആക്രമണമാണ് ജുഡീഷ്യറിക്കെതിരെ ഉപരാഷ്ട്രപതി നടത്തിയത്. അപ്പോൾ ആ ഒരു ചിന്തയും ആ രാഷ്ട്രീയവും ആ താല്പര്യങ്ങളും തീർച്ചയായും രാഷ്ട്രപതിയുടെ ഈ കത്തിലും പ്രകടമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം ഈ പറയുന്ന ഒരു ജുഡീഷ്യൽ എക്സർസൈസൊക്കെ ഇതിന്മേൽ നടക്കും, കൂടുതൽ കൃത്യമായ പഠനമുണ്ടാകും, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനവും വിശദീകരണവും ഒക്കെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നൽകുമെങ്കിലും സുപ്രീം കോടതിയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നീക്കം കൂടി ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. സനീഷ്, എന്ത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതിക്ക് ഈ വിധി പറയേണ്ടി വന്നത്? അതാലോചിക്കണമല്ലോ. ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ മൊത്തം അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടൂളായി ഗവർണർ പ്രവർത്തിക്കുകയും ആ ഗവർണർ 2 വർഷമൊക്കെ ഒരു സംസ്ഥാനം പാസാക്കിയ ബില്ല് തടഞ്ഞു വയ്ക്കാൻ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളത് എന്തൊരു ദുരന്തമാണ്. കാരണം 5 വർഷമാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ കാലയളവ്. ആ 5 വർഷത്തിൽ 2 വർഷം ഒരു ബില്ലിന്മേലൊക്കെ അടയിരുന്ന് അല്ലെങ്കിൽ അതിനെ പിടിച്ചു വെച്ച് അതിന്മേൽ അനാവശ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് ഗവർണർമാർ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ തന്നെ കണ്ടതല്ലേ. കേരളത്തിലും തമിഴ്നാട്ടിലും നമ്മളത് കണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോകുന്നത്. സുപ്രീം കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ അതിൽ വലിയ കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിന്നീടുള്ള തീരുമാനങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമുണ്ടാകും, അട്ടിമറി ഉണ്ടാകും എന്ന് സുപ്രീം കോടതിക്ക് അറിയാം. അതിനിപ്പോൾ BJP സർക്കാർ മാത്രമല്ല കാരണം. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് ഫക്രുദ്ദീൻ അലി അന്ന് പ്രധാനമന്ത്രിയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അത് രാഷ്ട്രത്തിൻ്റെ താല്പര്യം എന്ന് പറയാൻ കഴിയില്ല, ഈ ഫെഡറൽ തത്വങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണ് രാഷ്ട്രപതി ചെയ്തത്. സംസ്ഥാനങ്ങളിലെ ഭരണത്തെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് ഈ രാഷ്ട്രപതിമാർ ഒപ്പിട്ടിട്ടില്ലേ? അതെങ്ങനെയാണ്? ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം തന്നെയല്ലേ ആ ഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രപതി എന്ന് പറയുന്നത് എന്തോ പരിപാവനമായ, ഒരു തരത്തിലും സ്പർശിക്കാൻ പാടില്ലാത്ത, എന്ത് അട്ടിമറിക്ക് കൂട്ടുനിന്നാലും, ജനാധിപത്യ അട്ടിമറിക്ക് കൂട്ടുനിന്നാലും തൊടാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് എന്ന് പറയാൻ കഴിയില്ല. അതിന് ജുഡീഷ്യൽ സ്ക്രൂട്ടണിയുടെ ആവശ്യമുണ്ട്. ആ നിലയ്ക്ക് ഭരണഘടനയെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ അതിൽ ഇടപെടാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് തന്നെ കരുതി വേണം തൽക്കാലം നമ്മൾ മുന്നോട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. നിശ്ചയമായിട്ടും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ചില വ്യത്യാസങ്ങൾ അതിനകത്തുണ്ട്. അതായത് ഈ രാഷ്ട്രപതി ഇപ്പോൾ പോയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളാണ്, കുറച്ച് ലോഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സുപ്രീം കോടതിയോട് മുമ്പാകെ വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, അന്ന് തന്നെയും ഈ ചർച്ച, അതായത് ഫെഡറൽ തത്വങ്ങൾക്ക് വിഘാതമായി ഗവർണർമാർ പ്രവർത്തിക്കുമ്പോൾ അതിന് ഇടപെട്ട് ഫെഡറൽ തത്വങ്ങളെ സ്ഥാപിക്കാനുള്ള നല്ല നീക്കമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ വിധിയിലൂടെ എന്ന് പറയുമ്പോൾ തന്നെയും നമ്മൾ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, എൻ്റെ സംശയം അതിനകത്ത് എങ്ങനെയാണ് ഈ സമയപരിധി നിശ്ചയിക്കാനാവുക കോടതിക്ക് എന്നൊരു ചോദ്യം എനിക്കിപ്പോഴും ബാക്കിയായിട്ടുണ്ട്. ആ ചോദ്യം പ്രസക്തമാം വിധം രാഷ്ട്രപതി ചോദിച്ചിരിക്കുന്നു എന്നുകൂടെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200, 201 ഇതാണ് ഈ രണ്ടും സംസ്ഥാനങ്ങളുമായിട്ട് വന്ന നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. 200ാമത്തത്, ഒരു സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണറുടെ പരിഗണനയ്ക്കെത്തുമ്പോൾ ഗവർണർക്ക് 4 ഓപ്ഷനുകളുണ്ടോ. 1 ഇത് അംഗീകരിക്കുക, 2 നിരാകരിക്കുക, തള്ളിക്കളയുക, 3ാമത്തേത് തിരികെ അയക്കുക, 4ാമത്തേത് പ്രസിഡന്റിൻ്റെ പരിഗണനയ്ക്ക് അയക്കുക. ഇതാണ് 200. ആർട്ടിക്കിൾ 201, ഗവർണർ രാഷ്ട്രപതിക്ക് പരിഗണനയ്ക്ക് അയച്ചാൽ രാഷ്ട്രപതിക്ക് മുന്നിൽ 3 കാര്യങ്ങളാണ്. 1 ഇത് അംഗീകരിക്കുക, ബില്ല് നിയമമാവുന്നു, നിരാകരിക്കുക, ബില്ല് റദ്ദാക്കുന്നു, സംശയങ്ങൾ എഴുതിയിട്ട് ബില്ല് തിരികെ അയക്കുക. ഇതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതിനകത്ത് എവിടെയും ആർട്ടിക്കിളിനകത്തും ഭരണഘടനയ്ക്കകത്ത് എവിടെയും സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതൊരു പ്രശ്നമാണ് കർഷകൻ. അതായത് ഇതിനകത്തിപ്പോൾ 1 മാസമെന്നും 3 മാസമെന്നും സുപ്രീം കോടതി പറയുമ്പോൾ എവിടെ നിന്നാണ് ആ കാലപരിധി വന്നത്? നിങ്ങൾ 1 മാസമെന്ന് നിശ്ചയിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, എന്ത് മാനദണ്ഡത്താലാണ്? എങ്ങനെയാണ് 3 മാസമെന്ന് രാഷ്ട്രപതിക്ക് സമയപരിധി വെച്ചിരിക്കുന്നത്? അത് എവിടെ ഉള്ളതാണ്? ഏത് റൂൾ ബുക്കിൽ നിന്ന് എടുത്തിട്ടാണ് നിങ്ങൾ ഈ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് എന്നത് പ്രസക്തമായൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലാണ് കേന്ദ്രം പിടിച്ചിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്? അങ്ങനെ സമയപരിധി നിശ്ചയിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ടോ, ഉന്നത നീതിന്യായ പീഠത്തിനുണ്ടോ? ആരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് രാഷ്ട്രപതിക്ക് മുകളിലാണോ സുപ്രീം കോടതി എന്നത് ചോദിച്ചിട്ടില്ലെങ്കിലും അതിനകത്ത് അന്തർലീനമായി കിടക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. ഇത് രാഷ്ട്രപതിയിലൂടെ സംസാരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ
പ്രശ്നങ്ങൾ കൂടെയാണ്. അത് തെറ്റായിട്ടെന്നല്ല, കേന്ദ്രത്തിന് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാം. ഈ കാര്യത്തിൽ കേന്ദ്രം ഗവർണർമാരെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളിൽ വെച്ചിരിക്കുന്നു. അതിനുവേണ്ടി ആർ എൻ രവി നന്നായിട്ട് പ്രവർത്തിച്ചു, ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ നന്നായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന് അക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. കേന്ദ്രം ശരിയാവണ്ണം, ഞാൻ ഈ പറഞ്ഞതുപോലെ ശരിയാവണ്ണമുള്ള ചില പോയിന്റുകൾ വെച്ചിട്ട് 14 ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ ക്ലാരിറ്റി ഇല്ല. യഥാർത്ഥത്തിൽ ഗവർണർമാർ എത്ര കാലത്തിനകത്ത് തീരുമാനമെടുക്കണമെന്ന ക്ലാരിറ്റി യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് അത് അന്തിമമാണെന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സുപ്രീം കോടതി വിധിക്ക് ആധാരം എന്താണ്, അത് ഭരണഘടനയിലില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ക്ലാരിറ്റി ശിഥിലമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. അത് ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സിലൂടെയാണ് സാധ്യമാവുക. ഞാനിപ്പോഴും വളരെ സാഹൂതം നോക്കുന്നത് ഇത് വളരെ പ്രസക്തമായുള്ള ചോദ്യങ്ങൾ 14 സുപ്രീം കോടതിക്ക് മുമ്പാകെ വരുമ്പോൾ സുപ്രീം കോടതി എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളിലെ, പ്രത്യേകിച്ചും ഈ ഒരു ചോദ്യത്തെ, അതായത് നിങ്ങൾ എങ്ങനെ സമയപരിധി നിശ്ചയിച്ചു, ഭരണഘടനയിൽ ഇല്ലാത്തൊരു കാര്യം രാഷ്ട്രപതിയോട് പറയാൻ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ റൂൾ ബുക്കിലെ രേഖ എന്ന ചോദ്യം ക്ലാരിറ്റി ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്ന. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഇത്തരം കുഴപ്പങ്ങളിലേക്ക് പോകാതെ നമ്മുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളും നമ്മുടെ രാഷ്ട്രപതി അടക്കമുള്ള ഗവർണർമാർ അടക്കമുള്ള ആ സംവിധാനങ്ങളും നീതിന്യായ പീഠവും സിങ്ക് ചെയ്ത് പോവുക, പരസ്പരം കൊറോബറേറ്റ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. നമ്മൾ അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിനകത്ത് കാലാകാലങ്ങളിൽ ചില സംശയങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഗവർണർമാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് ഇനി അക്കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ സംശയങ്ങളെല്ലാം തീർത്തിട്ട് മാത്രമേ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഈ 2014 ശേഷം ഇങ്ങോട്ടുള്ള കാലയളവ് പരിശോധിച്ചാൽ ജുഡീഷ്യറിയിലും കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ധാരാളമുണ്ട്. പല വിധികളും, വിചിത്രമായ വിധികൾ കോടതികൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ കോടതിയിൽ നിന്ന് വന്ന അതായത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കോടതി കൂട്ടുനിൽക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ധാരാളം ഉയർന്നിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. ഇത് അങ്ങനെയല്ല. കോടതിക്ക് വേണമെങ്കിൽ ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനത്തെ പിടിച്ചു നിർത്താനും അതിൽ ഇടപെടാനുമുള്ള ശേഷിയുണ്ട് എന്നൊരു പ്രത്യാശ പരത്തുന്നതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമുക്ക് മുന്നിലുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ ഗവർണർമാർ ഈ ഒപ്പിച്ച പരിപാടികളൊക്കെ തന്നെയാണ്. ഈ സനീഷ് പറഞ്ഞ കാര്യം ശരിയാണ്. ആ ക്ലാരിറ്റി ഉണ്ടാവണം. ഇതിൽ ഈ കാലപരിധി നിശ്ചയിക്കുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവണം. SR ബൊമ്മ കേസാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എടുത്തു കാട്ടുന്ന ഒരു വിഷയം, നിയമവിദഗ്ധരും എടുത്തു കാട്ടുന്ന വിഷയം. അങ്ങനെ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായാൽ സുപ്രീം കോടതിക്ക് ഇടപെടാം എന്നുള്ളത് SR ബൊമ്മ കേസിലെ വിധിയിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ നിലവിൽ ഇനി തുടർന്നങ്ങോട്ട് ഇപ്പം ഭരണഘടന മാത്രമല്ലല്ലോ, മുൻവിധികൾ കൂടി വെച്ചിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള മറ്റൊരു ആലോചനയിലേക്കും ചർച്ചയിലേക്കുമൊക്കെ കാര്യങ്ങൾ കടന്നു പോകും. ഒന്ന് ഓർക്കേണ്ടത്, ഇത് നമ്മളാരും യൂണിയൻ ഗവൺമെൻറ് എന്നുള്ള പ്രയോഗം മറന്നാലും കോടതിക്കറിയാം ഇത് യൂണിയൻ ഗവൺമെൻറ്റാണ് സമീപിച്ചിരിക്കുന്നതെന്ന്. ഇത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അതിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത കോടതിക്കുണ്ട്. അത് അവർ കാണിക്കും എന്നാണ് കരുതുന്നത്. നിശ്ചയമായിട്ടും നമുക്ക് അവസാനിപ്പിക്കാം. സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകൾ അകാരണമായി കാലങ്ങളോളം പിടിച്ചുവെക്കുന്നതിനെതിരെ രാജ്യത്തെ പരമോന്നത നീതിപീഠം ചരിത്രപരമായ ഉത്തരവാണ് നേരത്തെ പുറപ്പെടുവിച്ചത്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രപതി ഉയർത്തിയ ഭരണഘടനാപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാതലാണ് ഫെഡറലിസം. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് നമ്മുടെ ഭരണഘടന നിർവചിക്കുന്നത്. കേന്ദ്രത്തിലുള്ളത് യൂണിയൻ സർക്കാരാണ്. പരസ്പര ബഹുമാനത്തോടെ യോജിച്ച് പ്രവർത്തിക്കേണ്ടവർ എന്നർത്ഥം. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടലിന് ഗവർണർമാരും അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതി തന്നെയും ഭരണഘടനാ ലംഘനത്തിന് കൂട്ടു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴും ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ ഭരണഘടനയിൽ വ്യക്തതയില്ലാത്തത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുറപ്പാണ്. ഗവർണർക്കെതിരെ തമിഴ്നാട് സർക്കാരിന് അനുകൂലമായ വിധിക്ക് പിന്നാലെ സുപ്രീം കോടതിക്കെതിരെ രൂക്ഷ പരാമർശങ്ങളുമായി രംഗത്ത് വന്നത് BJP നേതാക്കളാണ്. അതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായങ്ങളും ഇടപെടലും കേസിൽ നിർണായകമാവും. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സർക്കാരുകൾക്ക് സംരക്ഷണം ലഭിക്കാൻ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിധി ന്യായം സുപ്രീം കോടതി പുറപ്പെടുവിക്കട്ടെ എന്ന് RDX പ്രത്യാശിക്കുന്നു.